വയനാട് ദുരന്തത്തിന്റെ തീവ്രത പറഞ്ഞും ഗ്രീക്ക് ദേവഗണങ്ങളെ പരിചയപ്പെടുത്തിയും യൂത്തിന്റെ ആവേശം പ്രകടിപ്പിച്ചും കൊല്ലം തങ്കശ്ശേരി കാർണിവൽ റാലി അധിനിവേശ ഭൂമിയെ ഇളക്കിമറിച്ചു. ഫ്ലോട്ടുകളും നൃത്തരൂപങ്ങളും ചെണ്ടമേളവും കാണാൻ ആയിരക്കണക്കിന് പേരാണ് തടിച്ചുകൂടിയത്. തങ്കശ്ശേരി കാർണിവൽ എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഷോ അല്ല. നമ്മുടെ ചൂരൽമല വയനാട് ആ ദുരന്തത്തിൽ എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുകയാണ് നമ്മുടെ CYMSന്റെ ഈ ഒരു കാർണിവലിലെ ഈ റാലി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എല്ലാ രംഗങ്ങളെയും കാണാം. അതീവ ഈ വളരെ ആ ദുരന്ത മുഖത്തിൽ ഓരോ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ നേർചിത്രം കൂടിയാണ് അവർ ഈ ഒരു ചെറിയ പ്ലോട്ടിലൂടെ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. വയനാടിനെ അവഗണിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കാൻ കൂടിയാണ് ഈ നിശ്ചല ദൃശ്യം. CYMSന്റെ ഈ റാലിയിൽ, നമ്മുടെ കൊല്ലം തങ്കശ്ശേരി കാർണിവൽ റാലിയിൽ മറ്റൊരു അട്രാക്ഷനാണ്. കഴിഞ്ഞ തവണ ഷേക്സ്പിയറിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ കഥാപാത്രങ്ങളാണ് തെരുവിലിറങ്ങിയതെങ്കിൽ ഇക്കുറി ഗ്രീക്ക് ദേവന്മാരും ദേവതകളെയും വെച്ചുകൊണ്ടുള്ള ഒരു ഷോയാണ് ഇവർ സംഘടിപ്പിക്കുന്നത്. എന്ത് പറയുന്നു സുയസ്? ഗ്രീക്ക് ദേവന്മാരിൽ ദേവനായ സിയൂസ് തങ്കശ്ശേരി CYMSന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള വർണ്ണശബളമായ ഘോഷയാത്രയാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന അഗ്നിദേവൻ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഓർമ്മപ്പെടുത്തലില്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ 65-70 വർഷം ജീവിക്കുന്നതിൽ ഒരു പ്രസക്തിയില്ല. ഞാൻ അപ്പോളോ, സംഗീതത്തിൻ്റെ ദേവനാണ്. തങ്കശ്ശേരി എന്ന് പറയുന്നത് ഒരുപാട് പോർച്ചുഗീസിൻ്റെയും ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും പടയോട്ടങ്ങൾ കണ്ട നാടാണ്. അവിടേക്ക് ഇവിടുത്തെ ജനങ്ങൾ ഒന്നിച്ചു കൂടുന്ന ഒരു ഉത്സവമായി ഇതിനെ മാറ്റുകയാണ്. ഒരു കാർണിവലായി ഇത് മാറുകയാണ്. ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളായിരുന്നു മുമ്പ് ഇവർ തെരുവിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി ഗ്രീക്കിന്റെ ദേവതന്മാരെയും ദേവികളെയും ഇറക്കിക്കൊണ്ടാണ് തങ്കശ്ശേരിയുടെ കാർണിവലിലെ ഇവരുടെ ഒരു ഷോ. തങ്കശ്ശേരിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പ ദേവനൊപ്പം രാജ്കുമാർ.